അതായത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഇന്ന് ഗബ്രി പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് പോകുന്നെങ്കിൽ ചിലപ്പോ ഇന്ന് തന്നെ ചിലപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കയറുമെന്ന് നമുക്ക് അറിയില്ല. ഐ മീൻ ഇന്നത്തെ ഡേ തന്നെ കയറുമെന്ന് അറിയില്ല. അതല്ലെങ്കിൽ ഇന്ന് അവിടെ എത്തിയിട്ട് ചിലപ്പോ നാളെ ആയിരിക്കും കയറുക. അങ്ങനെയാണെങ്കിൽ മറ്റന്നാളായിരിക്കും ഗബ്രിയുടെ എൻട്രി കാണിക്കുന്നത്. ഇന്ന് കയറുമെന്നുണ്ടെങ്കിൽ ഇന്ന് കയറിയിട്ട് നാളത്തെ ലൈവിലും എപ്പിസോഡിലും കാണുകയായിരിക്കും. എന്തായാലും അറിയാതെ വായിന്ന് വന്നുപോയതാണെന്ന് തോന്നുന്നു ഗബ്രിയുടെ. പിന്നെ ഗബ്രിയുടെ ഒരു കേസ് എന്താണെന്നറിയോ, ഈ ബിഗ് ബോസിനകത്ത് നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരാളായിട്ട് ഗബ്രി മാറി കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര നൈസായിട്ടാണ് ഗബ്രി എല്ലായിടത്തും പോയി സംസാരിക്കുന്നതും, മീഡിയാസിന്റെ അടുത്താണെങ്കിലും ബിഗ് ബോസിനെ കുറിച്ചാണെങ്കിലും അങ്ങനെ ആരുടെ അടുത്തും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് വെച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാനൊക്കെ ഗബ്രിക്ക് പറ്റുന്നുണ്ട്. അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഇന്നലെ സിജോയുടെ ബർത്ത്ഡേ ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നടന്നത്. ഒരുപാട് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് ലൈവായിട്ട്. എന്തായാലും എന്താ പറയാ അല്ലെ, ടോപ്പ് 6-ലും ടോപ്പ് 5-ലും ഒക്കെ ഉണ്ടാവും നമ്മൾ വിചാരിച്ച ഒരാളാണ്. ഇതാണ് ബിഗ് ബോസ്. അൺപ്രഡിക്റ്റബിൾ ആണ് കുറെ കാര്യങ്ങളൊക്കെ.